പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം മുതൽ. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഇവിടെ യോഹന്നാൻ താൻ എവിടെ ഇരുന്നാണ് ഈ വെളിപ്പാട് പുസ്തകം എഴുതുന്നത് എന്നുള്ളത് വ്യക്തമാക്കുക. പത്മോസ് എന്ന ദ്വീപിൽ യോഹന്നാൻ ആയിരുന്നു എന്ന കാര്യത്തെപ്പറ്റി ദൈവമക്കളായ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് യോഹന്നാൻ പത്മോസ് ദ്വീപിൽ ആകാൻ ഇടയായ സാഹചര്യത്തെപ്പറ്റിയും അതിന്റെ പശ്ചാത്തലത്തെപ്പറ്റിയും വിശദീകരിക്കുവാൻ ഇപ്പോൾ സമയമെടുക്കുന്നില്ല. പത്മോസ് എന്ന ദ്വീപ് റോമാക്കാര് കുറ്റവാളികളെ നാടുകടത്തി പാർപ്പിച്ചിരുന്ന സ്ഥലമായിരുന്നു. ആ പത്മോസ് ദ്വീപിൽ യോഹന്നാൻ ആകുവാനുണ്ടായ കാരണം യോഹന്നാൻ തന്നോട് പറയുകയാണ്. ഒന്ന്, ദൈവവചനം ഹേതുവായി. 2, യേശുവിന്റെ സാക്ഷ്യം ഹേതുവായി. യേശുവിന്റെ സാക്ഷ്യം വഹിക്കുന്ന ദൈവമക്കളും ദൈവത്തിന്റെ വചനം വഹിക്കുന്ന ദൈവമക്കളും ലോകത്തിനും സാത്താനും എപ്പോഴും പേടി സ്വപ്നമായതുകൊണ്ട് അവരെ ബന്ധനത്തിലാക്കുക എന്നുള്ളത് ലോകത്തിന്റെ അല്ലെങ്കിൽ സാത്താന്റെ പദ്ധതികളാണ്. അത് യോഹന്നാന് മാത്രമല്ലായിരുന്നു. എക്കാലത്തും ജീവിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് വിവിധമായ രീതിയിൽ ഇത്തരം ബന്ധനങ്ങളും ശോധനകളും അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ആ ഭാഗത്തേക്കല്ല ഞാൻ പോകുന്നു. യോഹന്നാൻ പത്മോസ് ദ്വീപിൽ നാട് കടത്തപ്പെട്ടവനായിരുന്നു. അതിനു മുമ്പ് താന് എഫെസോസിലെ സഭയിൽ ശുശ്രൂഷകനായിരിക്കുന്ന കാലത്ത് ഡൊമീഷ്യൻ ചക്രവർത്തി തന്നെ വധിക്കുവാൻ ശ്രമിക്കുകയും വധശ്രമം പരാജയപ്പെട്ടപ്പോൾ തന്നെ നാട് കടത്തുകയും ചെയ്തു എന്നുള്ള ലളിതമായ ചരിത്ര പശ്ചാത്തലം പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഇനി 10-ാം വാക്യത്തിൽ കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഇംഗ്ലീഷ് ലൈനർ ദ ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത് കർത്തൃ ദിവസം അല്ലെങ്കിൽ കർത്താവിന്റെ ദിവസം, ദൈവത്തിന്റെ ദിവസം എന്നൊക്കെ പറയുന്നത് പഴയ നിമിത്തത്തിൽ തന്നെ പറഞ്ഞു തുടങ്ങിയ ഒരു ഭാഷാ പ്രയോഗമാണ്. അതിന് വ്യത്യസ്തമായ ധാരാളം അർത്ഥങ്ങൾ തീർച്ചയായിട്ടുമുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ദൈവസഭ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം കൂടി വന്നതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേറ്റതിനു ശേഷം സഭാ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ കൂടെ കർത്തൃ ദിവസം എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിച്ചിരുന്നത് അവർ ആരാധനയ്ക്ക് കൂടി വന്നതായ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസമായ ഞായറാഴ്ച എന്നാണ്. അതുകൊണ്ട് ഈ പ്രത്യേക വാക്യത്തിന് കർത്തൃ ദിവസം എന്ന് പറയുമ്പോൾ ഞായറാഴ്ച എന്നുള്ള അർത്ഥമല്ലാതെ മറ്റൊരർത്ഥം ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ പറയുകയാണ്, ഞാൻ ആത്മവിവശനായി എന്നുള്ള പദത്തിന് ശരിക്കും അർത്ഥം പറഞ്ഞാൽ ആത്മാവിനാൽ പിടിക്കപ്പെട്ടവനായി, ആത്മാവിനാൽ എടുക്കപ്പെട്ടവനായി, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവനായി, ആത്മാവ് തന്നെ ചലിപ്പിക്കുവാൻ തുടങ്ങി തന്റെ സ്വാഭാവികമായ ആഗ്രഹങ്ങൾക്കും ഇച്ഛകൾക്കും ചിന്തകൾക്കും ധാരണകൾക്കും കാഴ്ചപ്പാടുകൾക്കും അതീതമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ ചലിപ്പിക്കുവാൻ തുടങ്ങി. അല്ലെങ്കിൽ ആരാധനയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ മുൻപോട്ട് തള്ളിവിടുവാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയായ പരിഭാഷയാണ്. യെസ്, കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ വിവശതയിലായപ്പോൾ നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവദോക്കിയ എന്ന 7 സഭകൾക്ക് അയക്കുക എന്നിങ്ങനെ കാഹളനാദത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ നിന്ന് കേട്ടു. തീർച്ചയായും അത് ദൈവശബ്ദമാണ്. ഞാൻ അവിടെ വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് മുൻപോട്ട് പോവുകയാണ്. എന്നാൽ ഒരു കാര്യം പ്രിയ ശ്രോതാക്കൾ അറിഞ്ഞിരിക്കാൻ ഞാൻ പറയാം. ദൈവശബ്ദം കേൾക്കണമെങ്കിൽ ആത്മവിവശതയിലാണ്. കർത്തൃ ദിവസത്തിലായി എന്നുള്ളത് കൊണ്ട് ദൈവശബ്ദം കേൾക്കണമെന്നില്ല. ആരാധനയ്ക്ക് പോയി ഇരുന്നത് കൊണ്ടും ദൈവശബ്ദം കേൾക്കണമെന്നില്ല. ഒച്ചത്തിൽ കൈയടിച്ചതുകൊണ്ടും പാടിയതുകൊണ്ടും ദൈവശബ്ദം കേൾക്കണമെന്നില്ല. നാം നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് നമ്മെ വിട്ടുകൊടുക്കുമ്പോൾ നാം ആത്മവിവശതയിലാകും. പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ ദൈവശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും. യെസ്, എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. രംഗം ഒരു പ്രാവശ്യം കൂടെ ശ്രദ്ധിച്ചു നോക്കണം. യോഹന്നാൻ പത്മോസ് ദ്വീപിലാണ്.
കർത്തൃദിവസത്തിൽ ആത്മവിവശതയിലായപ്പോൾ തന്റെ പിന്നിൽ നിന്ന് കാഹളനാദം പോലെ ഒരു മഹാശബ്ദം തന്നെ വിളിച്ചിട്ട് പറയുന്നു, നീ കണ്ട കാര്യങ്ങൾ ഈ പറയുന്ന 7 സഭകൾക്ക് എഴുതണമെന്ന് പറഞ്ഞു. ഇത് കേട്ട് താൻ തിരിഞ്ഞു നോക്കിയപ്പോൾ താൻ കണ്ട കാര്യം, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി 7 നിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്നവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരുത്തനെ കണ്ടു. അല്പം ആശയക്കുഴപ്പം നമുക്ക് ലഭിക്കാൻ ഇടയുള്ള ഒരു ഭാഗമാണിത്. ഒന്ന്, താൻ കണ്ടയാളിനെ താൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യപുത്രൻ എന്നാണ്. ആരാണ് മനുഷ്യപുത്രൻ? മനുഷ്യപുത്രനായി ജനിച്ച കോടാനുകോടി ആളുകൾ ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. അവരിൽ ആരെങ്കിലും ആകാമോ? അവരിൽ ആരെങ്കിലുമല്ല യോഹന്നാന്റെ മനുഷ്യപുത്രൻ. യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ മനുഷ്യപുത്രൻ എന്ന് യോഹന്നാൻ പരിചയപ്പെടുത്തിയത് കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയാണ്. അതുകൊണ്ട് തന്നെ അതേ യോഹന്നാൻ ഇവിടെ വെളിപ്പാട് പുസ്തകത്തിലും മനുഷ്യപുത്രൻ എന്ന പേരെടുത്ത് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് നിശ്ചയമായും കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. അടുത്തത്, യോഹന്നാൻ താൻ മനുഷ്യപുത്രനെ കണ്ടു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടു എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഊഹിക്കാമായിരുന്നു. പക്ഷെ യോഹന്നാൻ പറയുന്നത് മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരുത്തനെ കണ്ടു എന്നാണ്. മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരുത്തനെ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് അത് മനുഷ്യപുത്രനാകണം എന്ന് നമുക്ക് വിശ്വസിക്കാമോ? തന്നെ പോലെ ഇരിക്കുന്ന വേറൊരാള് ഇറങ്ങി വന്നതാണ് യോഹന്നാനോട് സംസാരിക്കാൻ എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കുവാൻ കഴിയത്തില്ല. അതിന്റെ കാരണം, യോഹന്നാൻ മനുഷ്യപുത്രനോട് സദൃശ്യനായവനെ കണ്ടു എന്ന് പറയാനുള്ള കാരണം, യോഹന്നാന് ഈ മനുഷ്യപുത്രനെ നല്ലതുപോലെ അറിയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ 1ാമത്തെ ദിവസം യോഹന്നാൻ ഈ കർത്താവിനെ കണ്ടതാണ്. അതുമുതൽ കാൽവറിയിലെ കുലക്കളത്തിൽ ഉയർത്തപ്പെട്ട കുരിശിൽ 3 ആണികളിന്മേൽ തൂങ്ങപ്പെട്ടവനായി 2 കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിൽ മനുഷ്യകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന്റെ പരമയാഗമായി തീരുന്ന ഈ മനുഷ്യപുത്രന്റെ മരണത്തിന് നിമിഷങ്ങൾക്ക് മുമ്പ് വരെ പോലും യോഹന്നാൻ ക്രൂശിന്റെ അടുത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ഏത് ഭാവത്തിലും ഭാവവ്യത്യാസത്തിലും ഈ മനുഷ്യപുത്രൻ വന്നാലും യോഹന്നാന് ഈ മനുഷ്യപുത്രനെ പറ്റി അറിയാം. മാത്രമല്ല, മറ്റധികമാരും കണ്ടിട്ടില്ലാത്ത തേജസ്കരിക്കപ്പെട്ട മനുഷ്യപുത്രനെ, എപ്പോൾ മറുരൂപ മലയുടെ മുകളിൽ തേജസ്കരിക്കപ്പെട്ട മനുഷ്യപുത്രനെയും യോഹന്നാന് പരിചയമുണ്ട്. അതുകൊണ്ട് യോഹന്നാന് മനുഷ്യപുത്രനെ കണ്ടാൽ തെറ്റിപ്പോകത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് മനുഷ്യപുത്രനെ സദൃശ്യനായ എന്ന് പറയാൻ കാരണമെന്നറിയാമോ? മനുഷ്യപുത്രനെ യോഹന്നാൻ തന്റെ അക്ഷരീക ദൃഷ്ടി കൊണ്ട് കണ്ടിട്ട് ഏതാണ്ട് ഒരു 60 വർഷമെങ്കിലുമായിട്ടുണ്ട് ഈ സംഭവം നടക്കുമ്പോൾ. 60 വർഷത്തിന് ശേഷം വളരെ പെട്ടെന്ന് മുന്നറിയിപ്പില്ലാതെ ഒരാൾ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ 60 വർഷം കാണാതിരുന്ന വ്യക്തിയെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആദ്യത്തെ ഭാവം എന്താണ്? ഇത് അദ്ദേഹം തന്നെ അല്ലയോ, അങ്ങനെ ഇരിക്കുന്നല്ലോ. യോഹന്നാന്റെ ആദ്യത്തെ എക്സ്പ്രഷനാണ്, തന്റെ മനസ്സിലുണ്ടാകുന്ന ഭാവമാണ് മനുഷ്യപുത്രനെ സദൃശ്യനായവൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇനി വേറൊരു കാര്യമുണ്ട്. കഴിഞ്ഞ 60 വർഷങ്ങൾക്ക് മുൻപ് 3.5 വർഷം നിരന്തരമായി യോഹന്നാൻ കൂടെ നടന്ന് കണ്ട് പരിചരിച്ച് പരിചയപ്പെട്ട ആ മനുഷ്യപുത്രന്റെ ഭാവത്തിൽ നിന്ന് അല്പം വ്യത്യാസമുണ്ട് ഇപ്പോൾ മനുഷ്യപുത്രനെ കണ്ടപ്പോൾ. ഈ 2 കാരണം കൊണ്ടാണ് യോഹന്നാൻ പറയുന്നത് ഇത് മനുഷ്യപുത്രനോട് സദൃശ്യനായിരിക്കുന്നല്ലോ എന്ന്. ഇനി വേറൊരു കാര്യം കൂടെ, ഇത് മനുഷ്യപുത്രൻ തന്നെയാണ്, ഇത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് എന്ന് തറപ്പിച്ച് ഞാൻ പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതിനുള്ള കാരണം, ഈ അധ്യായത്തിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോ ഈ മനുഷ്യപുത്രൻ കർത്താവായ യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട്, ഇത് മറ്റാരുമല്ല, ഇത് ഞാൻ തന്നെയാണ് എന്നുള്ളത്. അതുകൊണ്ട് മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരുത്തനെ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് കർത്താവല്ല, കർത്താവിനെ പോലുള്ള വേറൊരാളായിരിക്കാം, ദൂതനായിരിക്കാം എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. കണ്ടപ്പോ അവന്റെ തലയും മുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോടും വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ട് പഴിപ്പിച്ച വെള്ളോടിന് സദൃശവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറി ഇരുവായ്ത്തിലുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട്
ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലം കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഹല്ലേലൂയ. ഈ മനുഷ്യപുത്രൻ തന്നെ തന്നെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു താൻ ആരാണെന്ന്. ഈ ഭാഗമാണ് 1-ാം അധ്യായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം. എന്താണ് ഈ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്? 2 കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മിപ്പിച്ചതുപോലെ. ഒന്നാമത്തേത്, ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ 3 വ്യക്തിത്വങ്ങൾ, ത്രിമാന വ്യക്തിത്വങ്ങൾ. വ്യക്തിത്വങ്ങൾ 1 ആ ഭാഗം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. തന്നെ കാണുമ്പോൾ താൻ നിലയങ്കി ധരിച്ചിരിക്കുകയാണ്. നിലയങ്കി ധരിച്ചുകൊണ്ട് നിൽക്കുന്നയാള് ഇസ്രായേലിന്റെ മഹാപുരോഹിതനാണ്. ഇവിടെ നിലയങ്കി ധരിച്ചുകൊണ്ട് നിൽക്കുന്നയാള് ആകാശത്തുകൂടി കടന്നുപോയ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ജീവിച്ചിരിക്കുന്നവരായ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്? നമ്മുടെ മഹാപുരോഹിതനായി ഉയരത്തിലെ ദേവാലയത്തിൽ നമുക്ക് വേണ്ടി ദൈവത്തോട് പക്ഷപാതം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന നമ്മുടെ മഹാപുരോഹിതനാണ്. 1-ാമത്തെ കർത്താവിന്റെ വ്യക്തിത്വം താൻ മഹാപുരോഹിതനാണ് എന്നുള്ളതാണ്. 2-ാമത്തെ കാര്യം, അവൻ 7 നിലവിളക്കുകളുടെ നടുവിൽ കൂടി ഉലാവിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഈ 7 നിലവിളക്കുകളെ പറ്റി ആ ഭാഗത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ 7 നിലവിളക്കുകളും 7 സഭകളാകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ തന്റെ സഭയുടെ മധ്യത്തിൽ കൂടെ താൻ ചങ്കിലെ ചോര കൊണ്ട് വിലയ്ക്ക് വാങ്ങി വീണ്ടെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്ന തന്റെ സഭയുടെ നടുവിൽ ഉലാവുന്നതിന് ദൈവം ആരെയും അനുവദിച്ചിട്ടില്ല. അതിനുള്ള അനുവാദം ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. ചോര കൊണ്ട് വിലയ്ക്ക് വാങ്ങിയവരാണ്. അത് സഭയുടെ കാതലാണ്. ദൈവമക്കൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ട അതിപ്രധാനമായ ഒരു കാര്യമുണ്ട്. ഒരു മലയാളത്തിലെ ഒരു പഴയ പാട്ടുണ്ട്. ഭാരമെന്നോ വ്യസനമെന്നോ നമുക്ക് ഉരയ്ക്കാൻ വകയില്ല. ദുഃഖം, ദാരിദ്ര്യം എന്നിവയ്ക്ക് ഉണ്ടോ ശക്തി എന്റെ മേൽ. ഹല്ലേലൂയ. പാട്ടുകാരൻ ഉദ്ദേശിക്കുന്നത് ദുഃഖത്തിനും ദാരിദ്ര്യത്തിനും തന്റെ മേൽ ശക്തിയില്ലെന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഹല്ലേലൂയ. ദൈവ മക്കൾ ദൈവസഭയാണ്. ദൈവമക്കളുടെ നടുവിൽ ദൈവസഭയിൽ കർത്തൃത്വം നടത്തുവാനും ദൈവസഭയിൽ ഉല്ലാവിക്കൊണ്ടിരിക്കുവാനും രോഗത്തിനും ദുഃഖത്തിനും ദാരിദ്ര്യത്തിനും കഷ്ടത്തിനും ഭാരത്തിനും പ്രയാസത്തിനും ലോകത്തിൽ യാതൊരു ശക്തിക്കും യാതൊരു അന്ധകാരത്തിന്റെ പോരാട്ട ശക്തിക്കും അനുവാദമില്ല. അനുവദിക്കുവാൻ അതങ്ങനെ ചെയ്യുവാൻ കർത്താവ് അനുവദിക്കുന്നില്ല. കാരണം സഭയുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നത് സഭയെ ചോര കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ സഭയുടെ കാന്തനാണ്. ഇതാണ് കർത്താവിന്റെ 2-ാമത്തെ വ്യക്തിത്വം. ഹല്ലേലൂയ. അത് പത്മോസിൽ മാത്രമല്ലായിരുന്നു. അവൻ അങ്ങനെ നടന്നുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ സഭ എവിടെയുണ്ടോ അവിടെയൊക്കെ അവരുടെ മധ്യത്തിൽ അവൻ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ